ഈ RSSുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേൾക്കുമ്പോഴും, അതായത് തൃക്കണ്ണാപുരത്ത് ആനന്ദ് എന്ന് പറയുന്ന ഒരു RSSകാരൻ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ കൈയൊഴിയുകയാണ്. നോക്കണേ, സ്വന്തം പ്രസ്ഥാനത്തിൽ ഇന്നലെ വരെ അതിൽ ഉറച്ചു വിശ്വസിച്ചു, അതിന്റെ ഭാഗമായി തന്റെ ശരീരവും മനസ്സും എല്ലാം കൊടുത്ത് RSSന്റെ ഭാഗമായിരുന്ന വ്യക്തി, അദ്ദേഹം വളരെ പൊടുന്നനെ ആത്മഹത്യയാണ്. അവിടെയാണ് തുടക്കത്തിൽ ഒരു വാചകം പറഞ്ഞത്, എത്ര ജനാധിപത്യ വിരുദ്ധ പാർട്ടിയാണെന്ന്. നിങ്ങൾ കേരളത്തിൽ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെല്ലാം വിട്ട് റിബലായി മത്സരിക്കുന്നത് നിങ്ങൾ പലയിടങ്ങളിലും കാണുകയാണ്. പക്ഷേ RSS വിട്ട് ഒരാൾ റിബലാകാൻ തീരുമാനിക്കാം. തൃക്കണ്ണാപുരം വാർഡിൽ റിബലായി മത്സരിക്കുമെന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം സുഹൃത്തുക്കളോട് തുറന്നു പറഞ്ഞു. ഇനി എന്ത് കാരണവശായാലും അല്ലെങ്കിൽ ഇനി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അദ്ദേഹം ഫൈറ്റ് ചെയ്യുമെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞൊരു ഞെട്ടിക്കുന്ന ഓഡിയോ പുറത്തു കൊണ്ടിട്ടുണ്ട്. അവിടെയാണ് RSS എന്ന സംഘടനയുടെ ആഴം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ആദ്യത്തെ സംഭവമല്ല. RSSകാരനായതുകൊണ്ട് മാത്രവും RSS എന്ന സംഘടന എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും തന്റെ ഡെഡ് ബോഡി RSSകാരെയോ അതിന്റെ പ്രവർത്തകരെയോ കാണിക്കരുതെന്ന് ഒരു പ്രശ്നവുമില്ലാതെ വളരെ ശക്തമായിട്ട് തന്നെ സാമൂഹ്യ സേവനം നടത്തിയിരുന്ന ഒരു വ്യക്തി RSS എന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുന്നോടിയാണ് അദ്ദേഹം സുഹൃത്തുക്കളുമായി പങ്കുവച്ച ഓഡിയോ ഒന്ന് കേട്ടെ. ന്യൂസ് മലയാളം പുറത്തുവിട്ട ഓഡിയോ ആണ്. പിന്നെ നിങ്ങൾ രണ്ടും കൽപ്പിച്ച ചാനലല്ലേ? ഞാൻ രണ്ടും കൽപ്പിച്ച ചാനലേ. നിങ്ങൾ പിൻവലിക്കില്ലല്ലോ, നിങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചില്ലേ? മത്സരിക്കാൻ തീരുമാനിച്ചു. പ്രഷർ ഉണ്ടാ? പ്രഷർ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. അല്ല, അങ്ങനെയല്ല, ശത്രുക്കളാവോ? മീൻസ് പല കൂട്ടുകാരന്മാരൊക്കെ ശത്രുക്കളാവും. ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്ര മാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂലേ. ഞാൻ ഫൈറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. ഞാൻ എന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും, എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. അത് നമ്മുടെ ഐഡന്റിറ്റിയാണ്. പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അച്ഛൻ വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളൂ. എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, എന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന് എന്റെ പണം, ശരീരം, എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ. എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നെ തിരിച്ചിന്റെ അടുത്ത് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ അത് 4 മടക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂല. കേട്ടല്ലോ, ഇത്ര ആത്മവിശ്വാസത്തോടെ, ഇത്രത്തോളം വലിയ മാനസിക ശക്തിയോടുകൂടി, അല്ലെങ്കിൽ ഒരു തരത്തിലെ മാനസിക പ്രതിസന്ധിയില്ല, താൻ പോരാടും, ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ വ്യക്തി ഉടൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? അത്രമാത്രം സമ്മർദ്ദം അദ്ദേഹത്തിന് പല സൈഡുകളിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമ്മർദ്ദം ഉണ്ടാക്കിയവർ ഒടുവിൽ ജീവിക്കാൻ അനുവദിക്കാതെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന പോലെ